ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ രാവിലെ 9 മണിക്കാണ് എണീറ്റത്. പക്ഷെ കുട്ടികളൊക്കെ രാവിലെ 6 മണിയാകുമ്പോൾ എണീച്ച് അവിടെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗെയിംസ് ഒക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ വരുമ്പം 9:30 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ 9:30ക്കാണ് നമ്മൾ എത്തിയത്. അപ്പോഴേക്ക് അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല തന്നെയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റി, എല്ലാം ടേസ്റ്റി ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പിള്ളേരെല്ലാം കൂടിയിട്ട് ഒരു 5-6 മുട്ട എടുത്തിട്ട് പൊളിച്ചു വെക്കുന്നു. ഞാൻ ചോദിച്ചു ഇതെന്തിനാടാ? അത് സോജക്ക് രാവിലെ പ്രോട്ടീന് ജിമ്മിൽ പോകുന്നതുകൊണ്ട് പ്രോട്ടീന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് മുട്ട തീർന്നു പോകുന്നതിന് 5 മുട്ട ഓരോളം എടുത്തിട്ട് പൊട്ടിച്ചു വെക്കുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലേക്ക് പോയി. ഞാൻ ഓൾറെഡി ഫ്രഷ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. ബാക്കി എല്ലാവരും ഫ്രഷ് ആവാൻ റൂമിലേക്ക്. അങ്ങനെ നമ്മളെ പ്രശാന്ത് ലേറ്റ് ആക്കി അല്ലേ? പ്രശാന്ത് സോജി ഈ പ്രശാന്ത് ഏട്ടനല്ലേ ഇത്? പ്രശാന്ത് ായിട്ട് അങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് പ്രശാന്ത് ഏട്ടൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ കടന്നു വരുന്നുണ്ട് മെല്ലെ മെല്ലെ. ചിന്താവിഷ്ടിയായ ദാസൻ സോജനെയും കാത്ത് മരച്ചോട്ടിലിരിക്കുന്നു. എല്ലാരും ഇപ്പൊ സോജനെയും കാത്തിട്ട് ഇങ്ങനെ നിക്കുക. എന്താ അങ്ങനെ നേരം വെയിറ്റ് ചെയ്തതായി വരുന്ന സാധനം. ഇപ്പൊ എത്ര നേരം? 1 മണിക്കൂർ വിളിച്ചിട്ട് വരാൻ. അടുത്ത ലേറ്റ് ആയിട്ട് വരുന്നു. കംപ്ലീറ്റ് ലേറ്റ് ആക്കിയിട്ട് എല്ലാം ഉത്തരവാദിത്തമില്ല. ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാവമില്ല. ഓളെ ഇഷ്ടത്തിന് സമയത്തിന് ഒരു ഭാവമില്ല. ചിരി നോക്കിയാ ഒന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ലോണ. എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ് ആയിരുന്നു. റിസോർട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? സ്വിമ്മിംഗ് പൂള് തണുപ്പായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് ഓക്കെ ഓക്കെ ഓക്കെ. വി ആർ ഗോയിങ്. നമ്മൾ ഈ റിസോർട്ടിനോട് വിട പറഞ്ഞു പോവുകയാണ്. ഹണി വയനാട് ഹണി മ്യൂസിയം ഇൻ അസോസിയേഷൻ വിത്ത് കണ്ണൂർ ബി കീപ്പിംഗ് ക്ലബ് വയനാട് ഹണി മ്യൂസിയം LLP. വയനാട് കാതിന്റെ മമ്മീനെ ചൊറിയാൻ ഭയങ്കര ഇഷ്ടം. ഒരു ചൈൽഡ് 9 ആള്. ഒരു ഐഡിയാസ് ആണ്. ഏകദേശം ഈ തേനീച്ചകള് അടകളിൽ നിൽക്കുന്ന ഹണിയാണ് റോ ഹണി. ഇതിന്റെ ഉള്ളിൽ ഇപ്പം പെട്ടെന്ന് തന്നെ കുറെ ഡസ്റ്റുകളും പാർട്ടിക്കിൾസ് അല്ലാണ്ട് വേസിന്റെ വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളത്തിന്റെ അംശവും ഭയങ്കര കൂടുതൽ. കാരണം ഇവിടെ മഴക്കാലം ഭയങ്കര കൂടുതലാണ്, മോയ്സ്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച തൊട്ട് 3 ആഴ്ച കൊണ്ട് പെട്ടെന്ന് കുടിക്കും. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാനും വേണ്ടിയിട്ട് കുറെ കാലം തേനുകൾ സുരക്ഷിതമായി ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്, കെമിക്കലൊന്നും ചേർക്കാതെ. ഈ ചേമ്പിൽ 2 ടാങ്കുകളുണ്ട്. ഒന്ന് വെള്ളം ചൂടാക്കാറും ഒന്ന് തേൻ ചൂടാക്കാറും. ഫസ്റ്റ് വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് ആ സ്റ്റീമിലാണ് നമ്മൾ ഹണി പുഴുങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ലൈക്ക് വിങ്സും പിന്നെ ഡസ്റ്റും എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ അടിഞ്ഞു പോകും. വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി ഹണിക്കായതുകൊണ്ട് താഴെയായിരിക്കും ഉണ്ടാവുക. ഈ പൈപ്പ് വഴി വന്ന് ഇതൊരു ഫിൽറ്ററാണ്. ഫിൽറ്റർ കുറെ ഡസ്റ്റും പാർട്ടിക്കിൾസും ഒക്കെ എടുത്തു കളഞ്ഞ് ഡയറക്റ്റ് ഈ ചേമ്പറിലേക്കാണ് ഇതാക്കുന്നത്. അപ്പൊ നമ്മളുടെ ഉദ്ദേശിച്ച വെള്ളം പെർസെന്റേജ് കുറയ്ക്കണം. വെള്ളത്തിന്റെ അംശം കുറച്ചാണ് ക്വാളിറ്റി കൂടുക. ഇവിടെ കുറെ ഡെസ്കുകൾ കാണാം. ഇത് റൊട്ടേറ്റ് ആവും. ഏകദേശം 4 to 5 hours ഈ പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു വിൻഡ് ബ്ലോർ ഉണ്ട്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വാം എയർ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പം
വെള്ളം ഉണ്ടാവും നീരാവിയായിട്ട് പോകും. അപ്പൊ അത് വാക്യൂം ഉപയോഗിച്ച് നമ്മൾ ആ മോയ്സ്ചർ കണ്ടന്റ് കളയും. ബാക്കി കിട്ടുന്നതാണ് കോൺസെൻട്രേറ്റഡ് ഹണി. അപ്പൊ അതിന്റെ ജസ്റ്റ് പ്രോസസ് ഇവിടെ കാണിക്കും. ഇങ്ങനെ ഒരു 4 to 5 hours ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കറങ്ങി നിങ്ങൾക്ക് ജീവിതകാലം ഫുൾ ഉപയോഗിക്കാം. ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ഒരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഒരിക്കലും തേൻ ഫ്രിഡ്ജിനുള്ളിൽ വെക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് കട്ട പിടിക്കുന്നതുകൊണ്ട് തന്നെ. എത്ര കോസ്റ്റ് വെക്കുന്നുണ്ട്? ഓരോരോ വിൽക്കുന്നുണ്ട്. ഓരോരോ ഇപ്പം റോ ഹണിക്കാണെങ്കിൽ 400 per kg കുറെ വേരിയന്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോവാണെങ്കിൽ ശാസ്ത്രജ്ഞ ഇത് റോഹണി മറ്റേത് നമുക്ക് തുളസി, കറഞ്ച്, ജാമോൻ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നതല്ല, നാച്ചുറൽ പ്ലാന്റേഷൻ തന്നെ കിട്ടുന്നത്. അതിന്റെ കുറെ ഡിസ്ക്രിപ്ഷൻ മുകളിലേക്ക് തരാം. നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ഹണീബിന്റെ ഓണർ, ശരിയായ ഹണി കേട്ടാ. ഇയാളാണ് ഡയറക്ടർ ഹണീന്റെ. ഓക്കെ, ഇയാളാണ് ഡയറക്ടർ ഇയാള് ഹണീന്റെ. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. പുള്ളി കണ്ടെച്ച തിയറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം തേനീച്ചകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെപ്പാട് ജീവിക്കാൻ പറ്റിയത് വർഷം 4 വർഷമുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ചകളെ ഏറ്റവും കൂടുതൽ പരാഗണം നടത്തുന്നത് ഓൾമോസ്റ്റ് 85% അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്കോസിസ്റ്റം. ആ പരാഗണം നടത്തുന്നതിലൂടെ ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും നമ്മുടെ അടക്കം ജീവിക്കുന്നത്. അപ്പൊ ഇതില്ലാതാകുമ്പോൾ നമ്മൾ മരിച്ചു പോകും 4 വർഷം. ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറുവാണെങ്കിൽ ഇതാണ് കാർൽ വോൺ ഫ്രിഷ്. ഇത് സ്കോട്ടിഷ് സയന്റിസ്റ്റ് ആണ്. പുള്ളി കണ്ടുപിടിച്ച തിയറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീസ് തമ്മിൽ സംസാരിക്കും, ആശയവിനിമയം നടത്തും. ആ നടത്തുന്നത് ഇതാണ്, ഡാൻസിലൂടെയാണ് അവർ ആശയവിനിമയം നടത്തുന്നത്. കാരണം ഒരു ബി ഇപ്പം റൗണ്ട് സർക്കിളിൽ ഡാൻസ് കളിക്കുകയാണെങ്കിൽ വിത്തിൻ 100 meters ഫ്ലവേഴ്സ് ഉണ്ട് എന്ന രീതിയിലാണ് അവർ അറിയിക്കുന്നത്. ഇപ്പം ഈ വേഗൽ ഡാൻസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 200 to 300 meters ആണ് അവർ സോഴ്സ് ഓഫ് ഫുഡ്. ഇപ്പൊ ലീഡറായ ഹണി ബി അവരെ ഏതാണ് സോഴ്സ്, അവരുടെ സോഴ്സ് പോയി കണ്ടെത്തി ഇവര് വന്നിട്ട് ഡാൻസ് കളിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഡാൻസിങ്, ഓരോ ടൈപ്സ് ഓഫ് ഡാൻസസ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് എഗ്, ലാർവ, പ്യൂപ്പ, ഫുള്ളി ഗ്രോൺ. അപ്പൊ അവരുടെ ഡ്യൂട്ടീസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫീമെയിൽ ഡോമിനന്റ് ടെറിട്ടറി ആണ്. സോ ഇത് ഫീമെയിൽ ഡോമിനന്റ് ടെറിട്ടറി ആണ്. അപ്പം ക്വീൻ ഉണ്ട്, ഒരു റാണി ഉണ്ടാവുള്ളൂ ഒരു കൂട്ടില്, ബാക്കിയുള്ള വേലക്കാരികളും 10% മെയിൽസ്. അപ്പൊ റാണിന്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടകൾ മാത്രമേ ഉള്ളൂ, ദൈവമുള്ളി ലേക്സ്. അപ്പൊ വേലക്കാരികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ശേഖരിച്ചുകൊണ്ട് വരല്, കൂട്ടിനുള്ളിൽ സൂക്ഷിച്ചു വെക്കല്, പിന്നെ പ്രൊട്ടക്ട് ചെയ്ത് ബിഹാസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ മെയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വെയിറ്റിംഗ് പർപ്പസിന് മാത്രം നിൽക്കുന്നതാണ്. അപ്പം ക്യൂവിന് മാത്രം 2 to 3 വർഷം വരെ ജീവിക്കത്തുള്ളൂ, വേലക്കാരികൾ മറിച്ച് 3 മാസം കൊണ്ട് മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വീൻ അവരുടെ ഒരു കോളനിയിൽ എപ്പോഴെങ്കിലും ഒരു ക്വീൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ക്വീൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ വർക്കേഴ്സ് ബീസ് തന്നെ ലാർവ എക്സിൽ തന്നെ ചൂസ് ആക്കും ആരാവണം ക്വീൻ. അപ്പൊ ഈ പ്യൂപ്പ ആവുന്ന സമയത്ത് തന്നെ അവർക്കൊരു ഗ്ലാൻഡ് ഉണ്ട്, റോയൽ ജെല്ലി എന്ന് പറഞ്ഞ പ്രോട്ടീൻ കണ്ടന്റ് ഫുഡ്. അത് കഴിക്കുന്നത് കൊണ്ടാണ് ക്വീൻ ആ ഡബിൾ സൈസ് വർക്കേഴ്സിനെക്കാളും ഡബിൾ സൈസ് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും, ലേ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പ്യൂപ്പ ആവുന്ന സമയത്ത് തന്നെ ആ റോയൽ ജെല്ലി അവർക്ക് കിട്ടും. അപ്പൊ വർക്കേഴ്സ് ഈ ഫീമെയിൽ എക്സിന്റെ ഉള്ളിൽ ഈ സെല്ലിന്റെ ഉള്ളിൽ തന്നെ റോയൽ ജെല്ലി ഇൻസേർട്ട് ആക്കും, റോയൽ ജെല്ലി ഫുഡ് ഇടും. അപ്പൊ ലാർവ ആകുമ്പോൾ തന്നെ അത് കഴിക്കുന്നത് കൊണ്ടാണ് ക്വീൻ ആവുന്നത്. ഇവർക്ക് 16 ദിവസം മതി ഫുള്ളി ഗ്രോൺ ആവാൻ വേണ്ടിയിട്ട്. സാധാരണ വേലക്കാരികൾക്ക് 23 ദിവസം വേണം, മെയിലിനാണെങ്കിൽ 21 ദിവസവും. അപ്പൊ ക്വീന് എബിലിറ്റി കിട്ടുന്നത് ഈ റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ടാണ്. ലോങ് സ്റ്റോക്ക് നമ്മൾ സാധാരണ തേനീച്ചകൾ എവിടെ കാണാറുള്ളത്, സാധാരണ ബ്രാഞ്ചസ് ഓഫ് മരങ്ങളിലെ ഇതിലൊക്കെയാണ് കാണാറുള്ളത്. അപ്പൊ പുള്ളി പറഞ്ഞ് നമുക്ക് അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം, അതിൽ നമുക്ക് തേൻ ശേഖരിക്കാനും കൂടെ പറ്റും. അപ്പൊ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ കൂടുകൾ നമ്മൾ നിർമ്മിച്ചത്. അപ്പൊ ജസ്റ്റ് ഓപ്പൺ ആക്കുവാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് കുറെ ഫ്രെയിംസ് നമ്മൾ അവിടെ നിന്ന് കാണിച്ച പോലെ തന്നെ ഈ ഫ്രെയിംസിന്റെ ഇതിലാണ് അവർ തേൻ ശേഖരിക്കുന്നത്.
ഇപ്പൊ നമുക്ക് 3 ഫ്രെയിമും കൊണ്ട് ഏകദേശം 300 grams to 400 grams ഹണി ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ ഒരു പെട്ടിന്റെ ഉള്ളിൽ ഒരു തേനീച്ച ഉണ്ടാവും, ബാക്കിയുള്ള ഒരു റാണി തേനീച്ച, ബാക്കിയുള്ള വേലക്കാരെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ ബീസ് കാണാം, ഇതൊക്കെ ബീസാണ്. അപ്പൊ അവര് നിർമ്മിച്ച ഏകദേശം 2 lakh to 3 lakh 2 ലക്ഷം to 3 ലക്ഷം ചെടികളിൽ പൂക്കളിൽ പോയിട്ടാണ് അവര് 1 കിലോ തേൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോസസ്സ് കുറച്ച് ലെങ്തി ആണ്, അത്രമാത്രം ഡ്യൂറേഷൻ എടുക്കും ആ പ്രോസസ്, തേൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ. നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണ്, ആ പിക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സ്പെയിൻ ഗുഹയ്ക്കുള്ളിൽ കേവ് പെയിന്റിംഗ് കണ്ടെത്തിയത്, സ്പെയിൻ കേവിൽ കണ്ടെത്തിയതാണ്. അപ്പൊ ഇതിന്റെ ഒരു മനസ്സിലായി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അവർ നിർദ്ദേശം ചെയ്ത തേനീച്ചകളാണ്. ഇതൊരു പോട്ട്, ഹണി ശേഖരിക്കാനുള്ള പോട്ട്, ഇത് ഹണി കോമ്പ്, ഇതൊരു മനുഷ്യൻ. അപ്പൊ ഫോമേഴ്സ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം. കാരണം തേനീച്ചകൾ ആ സമയത്ത് തേൻ ആ സമയത്ത് അവർ കഴിച്ചിരുന്നു, അത് മെഡിസിനൽ പർപ്പസിൽ ഉപയോഗിച്ചിരുന്നു. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 13 years ബിഫോർ അവർ കേവ് പെയിന്റിംഗ് ചെയ്തിരുന്നത്. തേനീച്ചകൾ തേൻ ഉണ്ടാക്കി, നമുക്ക് തേനീച്ചകൾ എങ്ങനെ തേൻ ഉണ്ടാക്കുന്ന കാര്യം അറിയത്തില്ല. അപ്പൊ അതൊരു ഡിസ്ക്രൈബ് ചെയ്യും. ഇത് ഹിബിസ്കസ് പ്ലാന്റ് ആണ്. ഹിബിസ്കസ് പ്ലാന്റ് നടുക്ക് ഒരു യെല്ലോ കളർ നട്ട്സ് ഉണ്ടാവും, അതിന്റെ പേരാണ് നെക്ടർ. സോ ഹണി ബീസ് അത് അട്രാക്ട് ചെയ്തിട്ട് അത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവും വയറിനുള്ളിൽ. അത് കഴിഞ്ഞാൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. എൻസൈമിന്റെ പേര് ഇൻവേർട്ടേഴ്സ് എന്ന് പറഞ്ഞ എൻസൈം. അപ്പൊ അതും ഇതും തമ്മിൽ ലയിക്കും. ലയിച്ച് കഴിയുമ്പോഴാണ് ഹണി ഉണ്ടാവുന്നത്. ആ ഹണീസ് ആഫ്റ്റർ ഡൈജഷൻ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് ദ ഹണി. So if we have the honey, it's a pure natural honey and it contains natural sugar. ഇപ്പൊ നമ്മൾ സാധാരണ പഞ്ചസാര കഴിക്കുന്ന ഷുഗർ അല്ല, ഒരു ജീവി ദഹിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വസ്തുവാണ് ഹണി. So that's why it contains good amount of protein, in glucose content is also there. So ഇത് വൈറൽ ഫില്ല് കഴിഞ്ഞ് ഇതൊരു വർക്കർ ബി ആണ്. Just think this is a honeycomb. സോ വർക്കർ ബി ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ഇവർ വന്നിട്ട് കിസ്സസ് ആൻഡ് വോമിറ്റ്സ് ദ ഹണി. അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് ഈ ഹണി കോം എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ അബ്ഡോമൻ. ഈ അബ്ഡോമൻ, ലോ അബ്ഡോമൻ ഹാവിങ് എ വാക്സ് ഗ്ലാൻഡ്. അതാണ് വാക്സ് ഗ്ലാൻഡ്. അപ്പൊ അവര് വാക്സസ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഈച്ച വന്നിട്ട് ആ വാക്സസ് ചൂ ചെയ്തെന്തിനാന്ന് വെച്ചാൽ അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് അവർ സ്പിറ്റ് ആക്കുന്ന ഷേപ്സ് ആണ് ഈ ഷേപ്സ്. ഈ ഷേപ്സിലാണ്, ഹെക്സഗൺ ഷേപ്സിലാണ് അവർ സ്പിറ്റ് ആക്കുന്നത്. അപ്പം ഈ ഓരോ സെല്ലിന്റെ ഉള്ളിലാണ് queen will lay eggs, even honeys will be stored and water is also stored. So if you get the honeycomb, if you squeeze it, you will get the honey. Water left over will be the waxes. So if you see there, you can turn back and see that's the original wax. That is used for cosmetic products, good for pimples, dark circles, and if you have any dark any marks in your face, it will reduce that. That's a natural one. അഞ്ച് ടൈപ്സ് ഓഫ് ഹണി ബീസ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അത് കൂടുതലുണ്ട്, പക്ഷെ കണ്ടെത്തിയത് 5 തരമാണ്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് വൈൽഡ് ഹണി, നമ്മൾ സാധാരണ കാട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഫോറസ്റ്റ് ഹണി. ദിസ് ഇസ് ഗുഡ് ഫോർ മെറ്റബോളിസം. നമ്മൾ ജിമ്മിൽ പോവാണെങ്കിൽ പ്രീ വർക്കൗട്ട് നീരായിട്ട് കഴിക്കാൻ പറ്റും, കാരണം ഇറ്റ് വിൽ ഇൻക്രീസ് എനർജി. അപ്പൊ ഇത് ഏകദേശം 2 ലക്ഷം to 4 ലക്ഷം തേനീച്ച പൂക്കളിൽ പോയിട്ട് ശേഖരിക്കുന്ന തേനാണിത്. ഇത് നമുക്ക് 5 തവണ കുത്തിയിട്ട് നമ്മൾ തന്നെ മരിച്ചു പോകും, കാരണം അത്രമാത്രം വിഷമുള്ള തേനീച്ചകളാണ്. 5 തവണ കുത്തി ഏകദേശം മരിക്കാനുള്ള ഭാഗത്തിലെത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ തേനീച്ചകൾ ഇവര് നമുക്ക് പെറ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേറെ രീതിയിലുള്ള തേനീച്ചകൾ നമ്മുടെ ഇപ്പം ഇറ്റാലിയൻ ബ്രീഡ് നോർമൽ ഹണി ബീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സാധാരണ ഗാർഡനിലെ ഫ്ലവേഴ്സ് ഉള്ള കാണുന്ന ഇതിലുള്ള കോൾത്തേനാണ്. അപ്പൊ അതില് ചെറിയ രീതിയിൽ നമുക്ക് തേൻ കിട്ടത്തുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിംഗ്ലെസ് ഹണി ബീസ്. സ്റ്റിംഗ്ലെസ് ഹണി ബീസ് ചെറുതേനാണ്, മോസ്കിറ്റോന്റെ ഷേപ്പിലുണ്ടാവില്ല, ചെറിയ ഗുഹയിൽ. അപ്പം അതാണ് അവരുടെ സാധാരണ കൂടുകൾ. അപ്പം ഒരു വർഷത്തിൽ ഒന്ന് മാത്രം നമുക്ക് ആ തേനീച്ചകൾ തേൻ കിട്ടത്തുള്ളൂ. കാരണം അവർ കുറെ ചെടികളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ ശരീരം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചേ വഹിക്കാൻ പറ്റത്തുള്ളൂ തേൻ. അതുകൊണ്ട് വർഷത്തിൽ കിട്ടുന്നത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന മദർ ഓഫ് മെഡിസിൻ ആണ്. ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് ദ ഇമ്മ്യൂണിറ്റി, ഇറ്റ് ഇൻക്രീസ് ദ ഐസൈറ്റ്, good for internal organs, good for respiratory organs as well. So these all are multifloral from different flowers. So if you see here, you can see this is a unifloral. ഒരു ചെടികളിൽ നിന്ന് മാത്രം എടുക്കുന്നതാണ് ഈ തേനുകൾ. ഇപ്പൊ സിഡർ നമുക്ക് രാജസ്ഥാൻ, യമൻ, ഖത്തറിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ സിഡർ പ്ലാന്റ്സ്
200 തൊട്ട് 300 ഏക്കറിൽ നമ്മൾ ഈ ചെടികൾ നടും. അതിന് നടുക്ക് ഈ തേനീച്ച പെട്ടികൾ വെക്കും. അപ്പൊ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല പുറത്തുപോയി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർ ഉണ്ടാക്കുന്ന ഫുഡ് സിഡിൽ മാത്രമായിരിക്കും. കാരണം നമ്മളത് അനലൈസ് ചെയ്യാൻ നമുക്ക് ഫാം ഉണ്ട്. അപ്പൊ ഇതിന്റെ മെഡിസിനൽ യൂസ് നോക്കി ട്രീറ്റ്സ് ലിവർ ഡിസീസസ്, കോൺസ്റ്റിപ്പേഷൻ, ഡൈജഷൻ പ്രോബ്ലംസ്, ഇൻഫെക്ഷൻ ഓഫ് ദ ഐസ്. ഇറ്റ് ഹെൽപ്സ് ഫോർ ദ ഹീലിംഗ് ഓഫ് ദ വോണ്ട് ബിക്കോസ് ഓഫ് സർജറി. സോ ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് ഓരോ സിഡർ ഹണിക്ക്. തുളസി നമ്മൾ കഴിക്കുന്നത് ജലദോഷം, ചുമ, കഫക്കെട്ട് എല്ലാത്തിനും. അതുപോലെ തന്നെ തുളസി ഹണി 200 തൊട്ട് 300 ഏക്കറിൽ നമ്മൾ തുളസി തടിയും അതോടൊപ്പം തേനീച്ച പെട്ടികൾ നടുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അത് നമുക്ക് സാധാരണ മഴക്കാലം ഒരുപാട് മുന്നേ കഴിച്ചാൽ തന്നെ അതിന്റെ ഗുണങ്ങൾ ഡിഫറൻസ് ആണ്. ഇപ്പം ഈ ജാമുൻ ആണെങ്കിൽ നമുക്ക് ഡയബറ്റിക്സ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റും. കാരണം ഈ റെഗുലേറ്റ്സ് ജാമുനിൽ കണ്ടന്റ് ഉണ്ട്, നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കണ്ടന്റ് ആക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇപ്പം പുറ്റ്ഹണി ആണെങ്കിൽ ആൻഡ് ഹിൽസിനുള്ളിൽ കണ്ടെത്തുന്നതാണ് പുറ്റ്ഹണി. അത് നമുക്ക് സാധാരണ ഇതിന് ഇൻക്രീസ് ബയോട്ടിക് ലെവൽ ഇൻക്രീസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അപ്പം ഇതെല്ലാം നമുക്ക് യൂണിഫ്ലോറിലാണ്, ഇതെല്ലാം മൾട്ടിഫ്ലോർ. ഇപ്പോൾ റിപ്പോർട്ട് ഉണ്ട് നമ്മൾ ആകപ്പാടെ നമ്മൾ ഇന്ത്യക്കാർ കഴിക്കുന്ന ആകപ്പാടെ 800 grams ഹണി പെർ ഇയർ ആണ്. അപ്പൊ വേറെ കൺട്രി ആൾക്കാർ, വേറെ നാട്ടുകാർ കഴിക്കുന്നത് 15 to 20 kilo ഓഫ് ഹണി. അപ്പൊ നമ്മള് ഷുഗർ വിഷാന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന് പകരം ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കി നമ്മൾ വേറെ തേൻ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ ഗുണം നിങ്ങൾക്ക് ഇതായിട്ട് നമ്മളെ അടുത്തുനിന്ന് മാത്രം കഴിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ തേൻ കഴിക്കൂ എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് അവയർനെസ്സിനെ കൊണ്ട് നമ്മൾ മ്യൂസിയം ഉണ്ടാക്കിയത്. ഓക്കെ, നിങ്ങൾക്ക് തേൻ ടേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് പർച്ചേസ് കൂടെ ചെയ്യാം കേട്ടോ. ഇവിടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഹണി തേന് ഓരോരോ ബോട്ടിലായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഷുഗറുകാർക്ക്, കൊളസ്ട്രോളുകാർക്ക് വേറെ, അങ്ങനെ കുറേ എന്തെല്ലോ ഡിഫറെൻറ്റ് മീൻസ് ഫ്ലേവേഴ്സ് ഓഫ് ഹണി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അവരിവിടെ. ഹണി മാത്രമല്ല, ഹണിയുമായിട്ട് റിലേറ്റഡ് കുറെ പ്രൊഡക്ട്സ് ഉണ്ട് ഇവരുടെ അടുത്ത്. So rosewood honey contains biotin level. It increases magnesium. So magnesium ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പം കുറവെങ്കിലും ഉണ്ടെങ്കിൽ for the boosting of the sleeping cells. We want a good sleep, you can have it. So 100 good amount of magnesium. Grams ഉണ്ടോ? എല്ലാവർക്കും സാമ്പിൾ ടേസ്റ്റ് നോക്കാൻ കൊടുക്കും. എല്ലാവരും ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഞാൻ കുറച്ചാത്ത ഹാനികൾ പ്രീ വർക്കൗട്ട് ഉള്ള you can see the benefits there. ആ മോയ്സ്ചറൈസിന്റെ വലുത് വാങ്ങിക്കും. ഇതൊക്കെ കരകൗശലം. പാർക്കെല്ലാം ഉണ്ട്.
ഇതെല്ലാം ഹണീനെ വളർത്തുന്ന സ്ഥലം. എന്താണ് ഉണ്ടാവുക? ബാക്കിൽ റിവറാ. ഞാനിതാ പോയ ചായന്റെ പ്രശ്നം കേട്ടോ.